أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് ഇപ്പോൾ ശ്രവിച്ചത്. അർത്ഥം ഇപ്രകാരമാകുന്നു: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കൗസറിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചും നബി തിരുമേനിക്ക് പ്രത്യേകമായി ലഭിച്ച 4 അനുഗ്രഹങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദർസുകളിൽ നിങ്ങളത് ശ്രവിച്ചതാണ്. അതിനുശേഷം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന് മേലുള്ള ശ്രേഷ്ഠതയും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായി വിവരിക്കുന്നുണ്ട്. തുടർന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയ്ക്കു വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥനയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചു: റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അതായത്, ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാകുന്നു. സൂറത്തുൽ ബഖറയിലെ 130 വചനമാണിത്. ഈ ആയത്തിൽ വിവരിക്കുന്ന 4 കാര്യങ്ങൾ, അതായത് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുക, ഗ്രന്ഥം പഠിപ്പിക്കുക, തത്വജ്ഞാനം പഠിപ്പിക്കുക, അതുപോലെ ആ ജനതയെ ശുദ്ധീകരിക്കുക, ഇതെല്ലാം ഓരോ പ്രവാചകനും ചെയ്ത കാര്യവും അവർ ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. ഇക്കാര്യങ്ങളിലെല്ലാം പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുന്നിൽ നിൽക്കുന്നു. ഈ കാര്യങ്ങൾ കൂടാതെ അള്ളാഹു മുഹമ്മദ് നബിക്ക് കൗസർ എന്ന മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുകയും മറ്റെല്ലാ നബിമാരേക്കാൾ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു: സൂറ കൗസർ അൽ ബഖറയിലെ ഈ ആയത്തിൻ്റെ ഉത്തരമാണ്. അള്ളാഹു ചെയ്ത ആ വാഗ്ദാനങ്ങൾ പൂർത്തിയാവുക മാത്രമല്ല സംഭവിച്ചത്, മുഹമ്മദ് നബിക്ക് കൗസർ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈ പ്രാർത്ഥന പൂർത്തിയായതിനെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും വിവരിച്ചത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിലെ ആയാത്തിക എന്ന വാക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ദൃഷ്ടാന്തങ്ങളെയും യുക്തിപരമായ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനുശേഷം യഥാർത്ഥ മതത്തെ അല്ലെങ്കിൽ ദീനിനെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് തെളിവാണ്. ഒരു മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദൈവമാണെങ്കിൽ ആ മതത്തിൻ്റെ കടമയാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസവർദ്ധനവിനായി അവന് ദൈവം ഉണ്ട് എന്നതിന് തെളിവ് നൽകുക എന്നത്. രണ്ടാമത്തേത്, ആ മതം അവർ മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാൻ ബാധ്യസ്ഥരാണ്. ആ ദൈവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, എന്താണ് പ്രത്യേകതകൾ എന്നും അതിന് വ്യാഖ്യാനവും നൽകേണ്ടിയിരിക്കുന്നു. അതുപോലെ മൂന്നാമതായി മലക്കുകൾ, ശേഷം നബിമാർ, അതിനുശേഷം വിധി നിർണയം, പിന്നെ മരണാനന്തര ജീവിതം, ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായ വ്യാഖ്യാനം ആ മതത്തിന് നൽകാൻ കഴിയേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയുന്നത് ഇസ്ലാമിന് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ മതങ്ങളിലും ആ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യമെന്തെന്നാൽ, പ്രതിപാദിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അസ്തിത്വമുള്ള തെളിവ് നൽകുന്നത് ഖുർആൻ മാത്രമാണ്. ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും അവരെല്ലാം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് നൽകുന്നു. എന്നാൽ അത് അവരുടെ ഗ്രന്ഥത്തിൽ നിന്നായിരിക്കില്ല, അവർ സ്വന്തം കണ്ടുപിടിച്ച തെളിവുകളായിരിക്കും.
എന്നാൽ ഖുർആൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഖുർആൻ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കൂടി കൂടെ സമർപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്ത് അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ദൈവം കരുണാമയനാണ്, ദയാലുവാണ്, കൃപാലുവാണ് എന്നെല്ലാം പറയുകയല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യമോ വ്യാഖ്യാനമോ നൽകാൻ അവർക്ക് സാധിക്കുന്നതല്ല. ലോകത്ത് ദയ കാണിക്കുന്നത് എല്ലാവരും നല്ലതായി കാണുന്നു, അതുകൊണ്ട് ദൈവവും ദയാലുവാണ്. കരുണയെ നല്ലതായി എല്ലാവരും കാണുന്നു, അതുകൊണ്ട് ദൈവം കരുണാമയനാണ്. ഇങ്ങനെയുള്ള തെളിവുകൾ അല്ല ഖുർആൻ നൽകുന്നത്. തൗറാത്തിൽ പറയുന്നു ദൈവം ശിക്ഷ നൽകുന്നവനാണ്. പക്ഷേ അവൻ എന്തിനാണ് ശിക്ഷ നൽകുന്നത് എന്ന് പറയാൻ തൗറാത്തിന് കഴിയില്ല. ശിക്ഷ നൽകുന്നവനാണെങ്കിൽ പിന്നെ കരുണ ചെയ്യുന്നവനാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഈ രണ്ട് സിഫത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ തീർത്തും നിശബ്ദരാണ്. അതുപോലെ തന്നെ മലക്കുകളെക്കുറിച്ചും പല കിതാബുകളിലും വിവരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പണി എന്താണ്? അവർ എന്തിന് സൃഷ്ടിച്ചു? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അവർ നിശബ്ദരാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് മാത്രമല്ല പറയുന്നത്, അവരെ എന്തിന് സൃഷ്ടിച്ചു, അവരുടെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ നബിമാരെക്കുറിച്ചും പല സ്ഥലങ്ങളിലും വിവരിക്കുന്നു. എന്നാൽ പേരുകളോ വാക്കുകളോ ഉണ്ട് എന്നതുകൊണ്ട് മനുഷ്യനെ തൃപ്തിയാക്കാൻ സാധിക്കില്ല. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ കടമകൾ എന്താണ്, അവരുടെ സ്ഥാനം എന്താണ്, അവരെത്രത്തോളം അനുസരിക്കേണ്ടിയിരിക്കുന്നു, അള്ളാഹുവും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്, അവരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഈ എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. വിധി നിർണയത്തെക്കുറിച്ചാണെങ്കിലും മറ്റ് ഉള്ള ഗ്രന്ഥങ്ങൾ നിശബ്ദരാണ്. എല്ലാ കർമ്മരംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൈകടത്തലുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിന് തെളിവെന്താണ്? അതോ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ചില കാര്യങ്ങളിലുണ്ട്, ചില കാര്യങ്ങളിൽ ഇല്ല എന്നതാണോ? എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഇടപെടുന്നുവെങ്കിൽ കളവ് ചെയ്യുന്നവർക്ക് അത് അള്ളാഹു ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയാം. അള്ളാഹു ഒന്നിലും ഇടപെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം അനർത്ഥമായി പോകുന്നു. ഇനി അള്ളാഹു ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, എന്നാൽ ചില കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അള്ളാഹു ഇടപെടുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ നിശബ്ദരാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിന് തെളിവുകൾ ഒന്നും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ യുക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചോ ശിക്ഷയുടെയും പ്രതിഫലത്തിൻ്റെയും യുക്തി എന്താണെന്നോ പറഞ്ഞിട്ടില്ല. സന്ദവസ്ഥയിൽ ഒരു പരിധിവരെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലെ സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള വിവരണവും അതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിവരണവും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഖുർആനുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം തന്നെ ഈ ഗ്രന്ഥത്തിന് ഉണ്ട് എന്നാണ്. എന്നാൽ തെളിവുകളും ഉദ്ദേശങ്ങളും വിവരിക്കുന്നത് ഖുർആനിൽ മാത്രമാണ്. ഈ ആയത്തിൻ്റെ ദർസ് തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.